ജോജോ മാരിപ്പാട്ടച്ചൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇത് ഏറ്റെടുത്തത്. പ്രഗത്ഭരായ വൈദികരെ തന്നെയാണ് 4 സെൻറ്ററുകളിലേക്ക് 4 സെൻറ്ററുകളാണ് ഇവിടെ ഉള്ളത്. 4 സെൻറ്ററുകളിലും സജീവമായിട്ടുള്ള ഒരു ആത്മീയ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ സാഹചര്യമൊരുക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. സഹകരിച്ച ഡയറക്ടർ ജോജോ അച്ഛനെയും ഷെർലി അച്ഛനെയും അതുപോലെ ഫ്രാൻസിസ് കർത്താനത്തച്ഛനെയും ആൻ്റണി പയ്യപ്പിള്ളേച്ചനെയും കൂടെ വന്നിട്ടുള്ള എല്ലാ അച്ഛന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു, അഭിനന്ദിക്കുന്നു. കോട്ടയം വിൻസ്റ്റിറ്റ്യൂഷൻ ധ്യാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പോപ്പുലർ മിഷൻ ധ്യാനം അനേകർക്ക് ഉപകാരവും ഉണർവും ആത്മീയ ചൈതന്യവും നൽകുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കറുകുറ്റിപ്പുഴ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ നവീകരണത്തിനും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും ഇത് കാരണമാകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ആത്മീയമായ മന്ദത മാറാൻ വേണ്ടിയാണ് ഈ ഹോം മിഷനും അതിനോടനുബന്ധിച്ച് പോപ്പുലർ മിഷനും ഒക്കെ സംഘടിപ്പിച്ചത്. ഇത് നടത്താൻ സാഹചര്യമൊരുക്കി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഇടവകജനം മുഴുവൻ നന്ദി പറയുന്നു. നേതൃത്വം നൽകിയ എല്ലാവരെയും സന്തോഷത്തോടെ ഓർക്കുന്നു. ഇതിനുവേണ്ടി ബുദ്ധിമുട്ടി ഒത്തിരി പേരുണ്ട്. വീടുകൾ അറേഞ്ച് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു, സന്തോഷത്തോടെ ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ പീറ്റർ ആലക്കാടൻ അച്ഛനും ഞങ്ങളുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ട ജോസഫ് പട്ടോലി അച്ഛനും നമ്മുടെ ഈ ഇടവകാതിർത്തിയിലുള്ള 5 കോൺവെൻറ്റുകളിൽ നിന്ന് സിസ്റ്റേഴ്സ്, ST സിസ്റ്റേഴ്സ് ഉണ്ട്, 2 കോൺവെൻറ്റുകൾ, ASMI സിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ CSN സിസ്റ്റേഴ്സ് ഉണ്ട്. അവരും CMC സിസ്റ്റേഴ്സും വളരെ സജീവമായി ഞങ്ങളുടെ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നേതൃത്വം നൽകി. CMC കോൺവെൻറ്റിലായിരുന്ന ഒരു സെൻറ്റർ, ആ മദർ ബ്രിജിത്താമ്മ വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാ സിസ്റ്റേഴ്സിനെയും കോർത്തിണക്കിക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി തന്നത്. അവരെയും സന്തോഷത്തോടെ ഓർക്കുന്നു. അതുപോലെ ഭക്ഷണം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയായി നേതൃത്വം നൽകിയവരുണ്ട്. പള്ളി ശുശ്രൂഷകർ ഉണ്ട്, പള്ളി ഓഫീസ് വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം വളരെ സജീവമായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. അവരുടെയൊക്കെ സജീവമായ പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടിയാണ് ഈ പരിപാടികൾ വിജയിക്കാനിടയായത് എന്നും പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനവും ഉണ്ട്. യേശുവിന്റെ പിന്നാലെ യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ പ്രത്യാശത്തും കാലവുമായി നാം യേശുവിന്റെ പിന്നാലെ. ഇനിയും ദൈവത്തോടൊപ്പം നടക്കണമെങ്കിൽ അത് എപ്പോഴും തമ്പുരാനോട് യെസ് പറയുമ്പോൾ വേറെ ചിലതിനോടൊക്കെ നോ പറയണം. അതൊരു ജീവിത ശൈലിയാണ്. 1976 മോൺട്രിയൽ ഒളിമ്പിക്സിൽ പെർഫെക്റ്റ് 10 വാങ്ങിച്ച ഒരു റൊമേനിയൻ യുവതിയുണ്ട്. പേര് നാദിയ കൊമനേച്ചി എന്നാണ്. കേവലം 14 വയസ്സുള്ളപ്പോഴാണ് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ജിംനാസ്റ്റിക്കിൽ പെർഫെക്റ്റ് 10 10 മാർക്കും വാങ്ങിക്കുക. അവൾ ചോദിച്ചു, എന്താണ് നിന്റെ ഹോബി? അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാർ ചെയ്യുന്നത് പോലെ അവിടെ ഡാൻസ് ക്ലബ്ബുകളിൽ പോകാറില്ല. എൻ്റെ കൂട്ടുകാർ ചെയ്യുന്നത് പോലെ അവധിക്കാലത്ത് നീന്താൻ പോകാനോ മലകൾ കയറാനോ വിദൂര ദേശങ്ങൾ പോകാൻ ഞാൻ ശ്രമിക്കാറില്ല. ഞാൻ ചെയ്യുന്നത് വ്യക്തമായ ലക്ഷ്യം എനിക്കുണ്ട്. ഒളിമ്പിക്സിൽ ഏറ്റവും മികവോടെ എനിക്ക് സ്വർണം നേടണം. അതിനുവേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമമാണ്. അതുകൊണ്ട് മറ്റുള്ള എല്ലാത്തിനോടും ഞാൻ നോ പറയുന്നു. സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ജീവിതം തമ്പുരാനോടൊപ്പമുള്ള യാത്രയാണെങ്കിൽ ആ യാത്രയ്ക്ക് തടസ്സമാകാവുന്ന എന്തെല്ലാം ഉണ്ടോ അതിനോട് നോ പറഞ്ഞേ മതിയാകൂ. ഒരുപക്ഷെ എൻ്റെ ഇഷ്ടങ്ങളും സ്വാർത്ഥതകളും തിന്മയിലേക്കുള്ള ചാച്ചുകളും ഒക്കെ ആകാം. അവിടെ നിന്ന് തമ്പുരാനിലേക്ക് തിരിച്ചു വരാനുള്ള ആഹ്വാനമാണ് മാനസാന്തരത്തിലൂടെ നവജീവൻ പ്രാപിക്കണമെന്ന് നമ്മുടെ എല്ലാം ഏറ്റവും ശ്രദ്ധേയമായ ചിന്തയായി ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ നമുക്ക് നൽകിയത്. സ്നേഹമുള്ളവരെ, ഒപ്പം നടക്കാൻ തമ്പുരാൻ നമ്മെ ക്ഷണിക്കുന്നു. ഒപ്പം നടക്കുന്നതിനുള്ള മെച്ചം എന്താണ്? ലേവ്യയുടെ പുസ്തകം 26-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയും, ദൈവത്തോട് കൂടെ നടക്കുന്നവന് എല്ലാം സാധ്യമാണ്. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ കൂടാരമടിക്കും. നമ്മുടെ ഇടയിൽ കൂടാരമടിക്കുന്നൊരു ദൈവം,
എന്നോടൊപ്പമായിരിക്കുന്ന ദൈവം, എൻ്റെ ആശയും എൻ്റെ അഭിലാഷങ്ങളും എൻ്റെ മോഹവും മോഹഭംഗങ്ങളും എൻ്റെ കുറവുകളും ബലഹീനതകളും എല്ലാം അറിയുന്ന ദൈവം, അവൻ എന്നെ തീർച്ചയായും വഴി നടത്തും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം പറയുന്നുണ്ടല്ലോ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ എന്നെ അറിയുന്ന ദൈവം എനിക്കെല്ലാം സാധ്യമാക്കി തരുന്ന ദൈവമാണ്. ആ ദൈവത്തോടൊപ്പം നടക്കാനാണ് നമ്മളെല്ലാം പഠിക്കേണ്ടത്. വീണ്ടും കൂടെ നടക്കുമ്പോൾ തമ്പുരാൻ നമുക്ക് ആശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങളുണ്ട്. എന്തുമാത്രം പ്രശ്നബന്ധിതമായ ജീവിതത്തിലാണ് യാത്ര ചെയ്യേണ്ടി വരുന്നു. ചിലപ്പോൾ ഇത് എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുമോ, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ നമുക്ക് കഴിയുമോ, പല ആവർത്തി നാം ചോദിക്കുന്നുണ്ട്. സങ്കീർത്തനം 23:4 പറയും, ദൈവം നമുക്ക് ആശ്വാസമാണ്. സങ്കീർത്തകൻ പറയുക, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വര എന്ന് പറഞ്ഞാൽ ഒരുവന് സംഭവിക്കാവുന്ന നൈരാശ്യത്തിൻ്റെയോ അല്ലെങ്കിൽ അവന് സംഭവിക്കാവുന്ന ഭീതിതമായ യാഥാർത്ഥ്യങ്ങളുടെയോ നേർക്കാഴ്ചയാണ്. മരണത്തെ മുന്നിൽ കാണുമ്പോൾ പോലും ആശ്വാസത്തോടെ പ്രതീക്ഷയോടെ മുന്നേറുവാൻ കഴിയുന്ന ഒരു വലിയ ശക്തി തമ്പുരാൻ തരും എന്നാണ് പറയുക. സ്നേഹമുള്ളവരെ, ഈ ദിനങ്ങളിൽ നമ്മൾ ആർജിക്കേണ്ട ആത്മീയ ബലം ഇതാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നെ വഴി നടത്തുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ കൂടെയാണോ ഞാനെന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നമുക്കറിയാം, കൂട്ടുവിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ ആദ്യം കണ്ടതാണ്. അവിടെ തോട്ടത്തിൽ ദൈവം ഉലാത്തുന്നതിന് ശബ്ദം കേട്ടപ്പോൾ ആദോ ഹവയും ചെയ്യുന്നത് നമുക്കറിയാം. അവർ തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. കാരണം ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയാത്ത വിധം തിന്മ ചെയ്ത് അകന്നുപോയി എന്നൊരു ചിന്ത. അതുകൊണ്ട് തമ്പുരാനോട് കൂട്ടുകൂടാൻ കഴിയാത്ത വിധം എന്നിൽ തിന്മ കടന്നുകൂടി എന്ന് ചിന്ത വന്നപ്പോൾ ഒറ്റപ്പെട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടം വിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു, മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. തമ്പുരാന്റെ പക്കൽ പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എൻ്റെതായ മാർഗം മാത്രം സഞ്ചരിക്കുന്നു. പക്ഷേ കർത്താവ് നമ്മെ ആരെയും കൈവിടുകയില്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം വളരെ പ്രശസ്തമാണ്. ദൈവം ആദത്തോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ്? നീ എവിടെയാണെന്നുള്ള ചോദ്യം ശിക്ഷിക്കാൻ വാളോങ്ങി നിൽക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല. മിലാനിലെ കർദിനാളായിരുന്ന തെത്തമാൻസി എന്ന കർദിനാൾ പറയും, ദൈവം നീ എവിടെയാണെന്ന് ചോദിക്കുന്നത് അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതിൻ്റെ പേരിൽ അവൻ അനുഭവപ്പെടുന്ന മനസ്സിന്റെ നൊമ്പരമുണ്ട്, ആത്മാവിന്റെ മുറിവുകളുണ്ട്, ക്ഷതങ്ങളേറ്റ മനസ്സാണ്. ആ മനസ്സിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തൈലം പുരട്ടി അവന് മാറോട് ആശ്ലേഷിക്കാൻ ഇരുകരങ്ങളും നീട്ടി നിൽക്കുന്ന ദൈവം സ്നേഹാർദ്രമായി ചോദിക്കുന്ന ചോദ്യമാണ്, നീ എവിടെയാണ്? ഇന്ന് ദൈവത്തിൻ്റെ കൂട്ടുവിട്ടു പോകുന്ന നമ്മോട് ഓരോരുത്തരും കർത്താവ് ചോദിക്കും, നീ എവിടെയാണ്? കർത്താവ് എന്നും നമ്മുടെ കൂടെ നിൽക്കാൻ, ഞാനും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് എവിടെയെല്ലാം കുറവുകളുണ്ടോ അവിടെയെല്ലാം സാന്ത്വനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ആശ്വാസത്തിന് ദൂതുമായി ദൈവിക സാന്നിധ്യമുള്ളത്. സാമുവേൽ 2-ാം പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 12 വാക്യം നമുക്കെല്ലാം പരിചിതമാണ്. തിന്മ ചെയ്ത ദാവീദിന്റെ പക്കൽ നാഥാൻ പ്രവാചകൻ വന്ന് ആ മനുഷ്യൻ നീ തന്നെയാണ് എന്ന് രാജാവിനെ ചൂണ്ടി പറഞ്ഞ അവന് അനുഭവം നമുക്കറിയാം. ദാവീദ് രാജാവ് തെറ്റ് ചെയ്തു, ദൈവവുമായുള്ള കൂട്ടുവിട്ട് തനിജയെ പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ 16-ാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രകാരമാണ്, അവൻ ഉപവസിച്ചു, രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. മടങ്ങി വരുവാൻ ക്ഷണമാണ്. നീ എവിടെയാണെന്ന് ഓരോ ദിനവും തമ്പുരാൻ നമ്മോട് ചോദിക്കുന്നുണ്ട്, ഓരോ വ്യക്തിയോടും ചോദിക്കുന്നുണ്ട്. അവിടെ രാജാവെന്നോ പ്രജയെന്നോ അറിവുള്ളവനെന്നോ അല്ലാത്തവനെന്നോ വ്യത്യാസമില്ല, എല്ലാവരെയും തമ്പുരാൻ ക്ഷണിക്കുന്നുണ്ട്. വീണ്ടും കർത്താവിൻ്റെ കൂടെ നടന്ന് 3 വർഷക്കാലം അവനോടൊപ്പം എല്ലാം പഠിച്ച് ഹൃദയസ്ഥമാക്കി ദൈവിക രഹസ്യങ്ങൾ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നീ ജീവനുള്ള ദൈവത്തിന് പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞ പത്രോസിന്റെ അനുഭവം നമുക്കറിയാം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 54 മുതൽ 62 വാക്യങ്ങളിൽ പത്രോസ് 3 പ്രാവശ്യം ഗുരുവിനെ നിഷേധിക്കുന്നുണ്ട്. 3 പ്രാവശ്യം തമ്പുരാനോട് കൂട്ടുവെട്ടുന്നുണ്ട്.
തമ്പുരാനുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരുപക്ഷെ അകന്നു പോയില്ല എങ്കിലും തമ്പുരാനെ തള്ളി പറയുന്നുണ്ട്. കോഴി കൂകിയത് നിമിത്തമായി അവൻ മനം നൊന്ത് കരഞ്ഞു എന്നാ പറയുക. സ്നേഹമുള്ളവരെ, ഇന്ന് തമ്പുരാന്റെ സന്നിധിയിൽ വന്ന് നീ എവിടെയാണെന്ന് ചോദിക്കുന്ന തമ്പുരാന്റെ മുൻപിൽ കർത്താവ്, എനിക്ക് തെറ്റിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞ് നിന്റെ കൂടെ ഞാൻ എന്നും യാത്ര ചെയ്തു കൊള്ളാമെന്ന് പത്രോസിനെ പോലെ മനമുരുകി പ്രാർത്ഥിക്കാൻ, ദാവീദ് രാജാവിനെ പോലെ ഉപവാസം അനുഷ്ഠിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ തമ്പുരാൻ്റെ കൂടെ മാത്രം നടന്നാൽ പോരാ, തമ്പുരാനോടൊപ്പം എൻ്റെ സഹോദരങ്ങളെയും കൂടെ നടക്കണം. അതാണ് ഒന്നിച്ചുള്ള യാത്ര, സ്വർഗോന്മുഖമായ യാത്ര എന്ന് പറയുക. ദൈവത്തിൻ്റെ കരം പിടിച്ച് സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് നിരന്തരം സ്വർഗോന്മുഖമായി യാത്ര ചെയ്യുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണെൻ ജീവിതം. ചേർന്നപാടി. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണെൻ ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമീശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇപ്രമൽ രക്ഷകൻ വേറെയും ഊഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തല്ലുകില്ല ഏതു ദുഃഖമാണിനും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലാൻ പോര വാക്കുകൾ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ല പോര വാക്കുകൾ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇപ്രമൽ രക്ഷകൻ വേറെയും ഊഴിയിൽ ഹല്ലേലൂയാ പാടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥന്. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആരാധനയ്ക്ക് യോഗ്യനേ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ ഈശോയിലേക്ക് നോക്കി ആരാധിച്ചിടുന്നിതാ. കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. എല്ലാവരും ചേർന്ന് ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വലിയ വിശ്വാസത്തോടെ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. എല്ലാവരും ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ
ആരാധിച്ചിടുന്നിതാ. ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ഇതാ ആത്മാവിന്റെ വലിയ അഭിഷേക ശക്തി നിന്നിൽ വന്ന് നിറയാൻ പോവുകയാണ്. ഈ നിറവ് നിനക്ക് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കണമെങ്കിൽ നിന്റെ ഇന്നലകളിലെ ജീവിതത്തെ നീ ഒന്ന് പരിശോധിക്കണം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നിറയാൻ തടസ്സമായിട്ടുള്ള കാര്യം ഒന്ന്, നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ അനുതപിക്കാത്ത ഏതെങ്കിലും പാപം കിടപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിന്നിൽ വന്ന് നിറയാനായിട്ട് സാധിക്കില്ല. അനുതപിക്കാത്ത പാപം, നീ ചെയ്ത പാപത്തിൽ നീ അതിനെ ന്യായീകരിച്ചു, നീ അതിനെ മറച്ചു വെച്ചു, നീ അതിനെ ഒളിച്ചു വെച്ചു. ന്യായീകരിച്ച, മറച്ചു വെച്ച, ഒളിച്ചു വെച്ച, ലഘൂകരിച്ച ഏതെങ്കിലും പാപത്തിന്റെ പ്രവണത നിന്നിലുണ്ടെങ്കിൽ നീ നിമിഷം അതിനെ ഓർത്ത് അനുതപിക്കണം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 28-ാം തിരുവചനം, ശവം ഉള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും. മനുഷ്യന്റെ ഉള്ളിൽ അനുതപിക്കാത്ത പാപം കിടപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ പിശാചാണ്. ശവം തേടി കഴുകൻ വരുന്നത് പോലെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ അനുതപിക്കാത്ത പാപം കിടപ്പുണ്ടെങ്കിൽ അത് തേടി പിശാച് വരും. അത് തേടി വരുന്ന പിശാച്, ആ പിശാച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനെ തടസ്സപ്പെടുത്തും. അതിനാൽ സഹോദരാ, സഹോദരി, നിന്റെ ഉള്ളിൽ ഏതെങ്കിലും അനുതപിക്കാത്ത പാപം കിടപ്പുണ്ടോ? ഇതാ ഈശോ ഇവിടെ കാത്തിരിക്കുന്നത് ആ അനുതപിക്കാത്ത പാപത്തെ നിനക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മറച്ചു വെച്ച, ന്യായീകരിച്ച, ലഘൂകരിച്ച ഏതെങ്കിലും പാപത്തിൻ്റെ പ്രവണത നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ നിമിഷം അതിനെ ഓർത്ത് അനുതപിക്കൂ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ സിക്കാർ പട്ടണത്തിലെ യാക്കോബിന്റെ കിണറ്റിനകലിൽ ഈശോ കാത്തിരുന്നത് ഒരു സ്ത്രീക്ക് വേണ്ടിയാണ്. ആ സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതം, അവൾ ഇന്നലകളിൽ ചെയ്തതായ പാപത്തെ ഓർത്ത് അവൾ അനുതപിച്ചില്ല. അനുതപിക്കാത്ത പാപവുമായിട്ട് നടക്കുന്ന ആ സ്ത്രീയെ കാത്താണ് ഈശോ അവിടെ കാത്തിരുന്ന ഈശോയുടെ മുമ്പിൽ അവൾ വന്നുപെട്ടു. ഈശോ അവളോട് ചോദിച്ചു, നീ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുപോകാൻ വന്നതല്ലേ? നീ ഈ കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടു പോകുന്ന വെള്ളം അത് എന്തോരം കുടിച്ചാലും നിന്റെ ദാഹം തീരിയല. ഈശോ പറഞ്ഞതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം, നീ ഇന്ന് വരെ കുടിച്ചത് പാപത്തിൻ്റെ ജലമാണ്. ഈ പാപത്തിൻ്റെ ജലം നീ കുടിച്ചാൽ നിന്റെ ദാഹം തിരിയല. ഈശോ അവൾക്ക് പറഞ്ഞു കൊടുത്തു, എൻ്റെ കൈവശം ഒരു ജലമുണ്ട്, ആ ജലത്തിൻ്റെ പേര് ജീവൻ്റെ ജലമെന്നാണ്. ഈ ജീവൻ്റെ ജലം ഒരിക്കൽ നീ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കല. ആ ജലത്തെക്കുറിച്ച് ആ സ്ത്രീ കേട്ടപ്പോൾ ഈശോയോട് ചോദിച്ചു, ആ ജലം എനിക്ക് തരാമോ? ഈശോ പറഞ്ഞു, ആ ജലം നിനക്ക് ഞാൻ തരാം. കിട്ടണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാം തിരുവചനം ഈശോ അവളോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഈശോ പറഞ്ഞു, നീ ഭർത്താവില്ല എന്ന് പറഞ്ഞു ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. ഈശോ പറഞ്ഞു കൊടുത്ത കാര്യം, നിന്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ അനുതപിക്കാത്ത പാപം കിടപ്പുണ്ട്. ഈശോ അവൾക്ക് പറഞ്ഞു കൊടുത്തതിൽ തിരിച്ചറിഞ്ഞ അവള് വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാം തിരുവചനം, അന്ന് വരെ അവൾ ചെയ്ത പാപത്തിൻ്റെ മാലിന്യങ്ങൾ മുഴുവൻ അടങ്ങിയ ജീവിത മൺകുടത്തെ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ അവൾ എന്നേക്കുമായിട്ട് അടിയറ വെച്ചപ്പോൾ അവൾക്ക് ഈശോ ജീവന്റെ ജലം കൊടുത്തു. പിന്നെ ഒരിക്കലും അവൾ പാപം ചെയ്തില്ല. ഹല്ലേലൂയ! ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടു. നിന്റെ ഉള്ളിൽ ഇന്നലകളിലെ ജീവിതത്തിൽ എവിടെയെങ്കിലും
അനുതപിക്കാത്ത പാപത്തിൻ്റെ പ്രവണത കിടപ്പുണ്ടെങ്കിൽ ഈ നിമിഷം ഈ നീട്ടിയ കരങ്ങളിൽ അതിനെയോർത്ത് അനുതപിച്ച്, ഈശോയെ, ഇന്നലകളിൽ ഞാൻ ന്യായീകരിക്കുകയും ലഘൂകരിക്കുകയും മറച്ചു വയ്ക്കുകയും ചെയ്തതായ ഏതെങ്കിലും പാപത്തിൻ്റെ പ്രവണത എന്നിൽ ഉണ്ടെങ്കിൽ ഇതാ ഞാൻ അതിനെയോർത്ത് അനുതപിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യുകയില്ലെന്ന തീരുമാനത്തോടെ 2 കരങ്ങളും ഉയർത്തി എല്ലാവരും വിളിക്കട്ടെ, ഈശോയെ, ഈശോയെ, ഈശോയെ വിളിച്ചോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് വർഗീസ് പള്ളിയാൻ. ഞങ്ങളുടെ ഇടവകയായ കറുകുറ്റി സെൻറ്റ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിലെ വലിയ ആത്മീയ ഉണർവുണ്ടായ ഒരു ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പോപ്പുലർ മിഷൻ ധ്യാനം എന്ന ഒരു വലിയ ശുശ്രൂഷ ഞങ്ങളുടെ ഇടവകയിലെ 4 കേന്ദ്രങ്ങളിലായിട്ടാണ് പോപ്പുലർ മിഷൻ ധ്യാനം നടന്നത്. അതിൽ ഒരു സെൻറ്ററായ തിരുഹൃദയ നഗർ സെൻറ്ററിൻ്റെ കൺവീനറാണ് ഞാൻ. ഞങ്ങളുടെ ഇടവകയിൽ ഈ ധ്യാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും കോവിഡ് ശേഷമുള്ള ഒരു ആത്മീയ മാന്ദ്യം സംഭവിച്ചിരുന്ന ഒരു കാലത്ത് ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ സേവ്യർ ആവള്ളിൽ പ്രത്യേക താല്പര്യമെടുത്താണ് ഞങ്ങളുടെ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം കൊണ്ടുവന്നത്. അത് 2023 നവംബർ 5 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് നടന്നത്. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മീയ ആഘോഷമായി മാറി. ജനങ്ങളെല്ലാവരും തന്നെ ആസ്വദിച്ചാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. വലിയൊരു ആത്മീയ വളർച്ച, ആത്മീയ ജീവിത നവീകരണത്തിന് ഈ ധ്യാനം വഴിയൊരുക്കി. ഇതിന് അവസരമുണ്ടാക്കി തന്ന വിൻസെൻഷൻ സഭയുടെ വൈദികരോടും പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടറായ ഫാദർ ജോജോ മാരിപ്പാട്ട് അച്ഛനോടുമുള്ള ഞങ്ങളുടെ പ്രത്യേക നന്ദിയും ഞാൻ ഞങ്ങളുടെ നഗറിന് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകം പ്രകാശിപ്പിക്കുകയാണ്. എൻ്റെ പേര് തെക്കേടത്ത് ഔസേപ്പ് സേവ്യർ എന്നാണ്. ഞാൻ 14ാം യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും കൗൺസിലംഗമാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻ സെൻറ്ററിൻ്റെ ഒരു ലീഡർ കൂടിയാണ്. ഞാൻ ഈ പള്ളിയിലെ ഒരു ട്രസ്റ്റി കൂടിയാണ്. ഈ ധ്യാനം, പോപ്പുലർ മിഷൻ ധ്യാനം വളരെയധികം അനുഗ്രഹപ്രദമായി എന്ന് ഞാനും ഞങ്ങളുടെ സെൻറ്ററിലെ അംഗങ്ങളും വിശ്വസിക്കുന്നു. ഇതിൻ്റെ നേതൃത്വം കൊടുത്ത ജോർജ് അച്ഛനെയും മറ്റ് ടീം അംഗങ്ങളെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. പാറപ്പുറം സെൻറ്റ് സെബാസ്റ്റ്യൻ സെൻറ്ററിലെ ഫ്രാൻസിസ് അച്ഛനെയും മണവാളൻ അച്ഛനെയും ഗാന ശുശ്രൂഷ നടത്തിയ ആളെയും പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് കുമാരി ജോസ് ചക്കിയത്ത്. ഞാനിവിടുത്തെ വിമൻ വെൽഫെയർ സംഘടനയുടെ പ്രസിഡൻ്റാണ്. എല്ലാ മാസവും ഫസ്റ്റ് സൺഡേ 3 മണിക്കാണ് ഞങ്ങളുടെ മീറ്റിംഗ് കൂടുക. 50ഓളം പേർ സന്നിഹിതരാവാറുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം വളരെ വളരെ ഉപകാരപ്രദമായിരുന്നു. പഴയ കാര്യങ്ങൾ, പരിശുദ്ധ കുർബാനയുടെ മഹത്വം എത്ര വർണ്ണിച്ചാലും ഞങ്ങൾക്ക് ജോജോ അച്ഛനായിരുന്നു ഞങ്ങൾക്ക് ധ്യാനം നയിച്ചിരുന്നത്. പരിശുദ്ധ കുർബാനയുടെ മഹത്വം, സന്ധ്യാപ്രാർത്ഥനയുടെ ആവശ്യകത, അങ്ങനെ ചില കാര്യങ്ങളിൽ പ്രത്യേകം ഊന്നി അച്ഛൻ പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ നവീകരണം, അതായത് ഞങ്ങളൊക്കെ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് അത്യാവശ്യം വയസ്സായി എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ
പഴയ കാലത്തിലേക്ക് പോകാനും ഒരു കല്യാണം കഴിഞ്ഞ് ആ രംഗം ഓർക്കാനും അന്നുണ്ടായിരുന്നതിൽ നിന്ന് നമുക്ക് എത്രമാത്രം വ്യത്യാസം വന്നു എന്ന് കണക്ക് കൂട്ടാനും അത് കഴിഞ്ഞിട്ട് പരസ്പരം ക്ഷമ ചോദിക്കുകയും തമ്മിൽ കുറച്ചുകൂടെ അടുപ്പം വരികയും അല്ലെങ്കിലും 60 വയസ്സ് കഴിയുമ്പോൾ ഒരു അടുപ്പം വരുമെങ്കിലും ഈ ധ്യാനത്തിൽ കൂടെ അത് വളരെ വളരെ മഹത്തരമായിട്ട് തോന്നി.